Hello everyone, welcome back to Midslate. In the last class, we discussed about the classification of consonants based on place of articulation. In this lesson, we are going to discuss about manner of articulation. So, on the basis of manner of articulation, consonants may be classified as follows. First one is plosives or stop consonants. Plosive sounds are produced by total closure of the air passage at some point with the articulators coming into firm contact with each other and the nasal cavity being blocked by the velum so that the air cannot escape through the nose. On the release of the closure, the air escapes with a rapid small explosive noise as the utterances of sound p, b, t, d, k, g. So, plosives or stop consonants എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കൺസണൻറ്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കുലേറ്റേഴ്സ് രണ്ടും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നു. ഉദാഹരണത്തിന് ഇവിടെ തന്ന ഉദാഹരണം നോക്കൂ. പ്ലോസീവ് സൗണ്ട്സ് ആയിട്ട് തന്ന ഉദാഹരണങ്ങളാണ് പ്, ബ്, ട്, ഡ്, ക്, ഗ. സോ ഇവിടെ നമുക്ക് പ് എന്ന സൗണ്ടിനെ കൺസിഡർ ചെയ്യാം. പ് എന്ന സൗണ്ട് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അതൊരു ബൈലേബിയൽ സൗണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ബൈലേബിയൽ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ ഉപയോഗിച്ച് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു സൗണ്ടാണ് പ്. അതൊരു ബൈലേബിയൽ സൗണ്ടാണ്. സോ ഇവിടെ സംഭവിക്കുന്നത് രണ്ട് ചുണ്ടുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരികയും എയർ പാസേജ് വായയിലൂടെയുള്ള നമ്മുടെ എയർ പാസേജ് ഓറൽ ക്യാവിറ്റിയിലൂടെയുള്ള എയർ പാസേജ് കുറച്ച് സമയത്തേക്ക് ബ്ലോക്ക് ചെയ്യുകയും ഒരു എയർ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് പതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആ ഒരു എയർ പ്രഷർ റിലീസ് ചെയ്യുന്നു. അപ്പോൾ പതിയെ അല്ല ചെയ്യുക, പതിയെ ചെയ്യുന്നത് ഫ്രിക്കേറ്റീവിലാണ്. ഇവിടെ സംഭവിക്കുന്നത് പെട്ടെന്ന് നമ്മൾ അത് പെട്ടെന്ന് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് എയർ ബ്ലോക്ക് ചെയ്യുകയും പിന്നെ സഡൻലി അത് റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ എക്സ്പ്ലോസീവ് സൗണ്ടോട് കൂടിയിട്ട് ഒരു പൊട്ടിത്തെറിയുടെ സൗണ്ടോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുന്നു, എയർ വായിലൂടെ റിലീസാവുന്നു. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സാണ് പ്ലോസീവ്സ് അല്ലെങ്കിൽ സ്റ്റോപ്പ് കൺസണൻസ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റോപ്പ് കൺസണൻസ് എന്ന് പറയാൻ കാരണം എയർ പാസേജ് സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. പ് സൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ചുണ്ട് രണ്ടും കൂടി ചേർന്നിട്ട് നമ്മുടെ വായിലൂടെയുള്ള എയർ പാസേജ് ബ്ലോക്ക് ചെയ്യുന്നു, എന്നിട്ട് സഡനായിട്ട് റിലീസ് ചെയ്യുന്നു. ഒന്ന് പറഞ്ഞു നോക്കൂ. പ്, ബ് സൗണ്ടുകളൊക്കെ അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദർ ആർ 3 pairs ഓഫ് പ്ലോസീവ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 3 പെയർ പ്ലോസീവ് സൗണ്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് ബൈലേബിയൽ പ്ലോസീവ്സ്. പ്, ബ് സൗണ്ടുകളാണ് ബൈലേബിയൽ പ്ലോസീവ്സ്. ബൈലേബിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ കൂട്ടിച്ചേർന്ന് ഉണ്ടാവുന്ന സൗണ്ടുകളാണ് ബൈലേബിയൽ. അതിൽ വരുന്നത് പ്, ബ് സൗണ്ടുകളാണ്. രണ്ടാമത്തേതായിട്ട് ആൽവിയോളാർ പ്ലോസീവ്സ് ആണ് വരുന്നത്. അതിൽ വരുന്നത് ട്, ഡ് സൗണ്ടുകളാണ്. മൂന്നാമത്തേതായിട്ട് വീലാർ പ്ലോസീവ്സ് വരുന്നു. അവിടെ ക്, ഗ സൗണ്ടാണ് വരുന്നത്. സോ ഈ 3 പെയറും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഈസ് വോയിസ്ലെസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വോയിസ്ഡ്. നോക്കൂ, ഓരോ പെയറിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പ് ഒരു വോയിസ്ലെസ് സൗണ്ടാണ്, ട് വോയിസ്ലെസ് സൗണ്ടാണ്, ക് വോയിസ്ലെസ് സൗണ്ടാണ്. അതേസമയം തന്നെ ഈ പെയറിലെ രണ്ടാമത്തേത് വരുന്നത് ബ് സൗണ്ട് ഒരു വോയിസ്ഡ് സൗണ്ടാണ്, ഡ് വോയിസ്ഡ് സൗണ്ടാണ്, ഗ വോയിസ്ഡ് സൗണ്ടാണ്. ഇവിടെ വോയിസ്ഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഫ്രിക്ഷൻ, ചെറിയൊരു വൈബ്രേഷൻ അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. വോയിസ്ഡ് സൗണ്ടും വോയിസ്ലെസ് സൗണ്ട്സും ഒക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്ലോട്ടിസ് ഓപ്പൺ ആയിരിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ വോയിസ്ലെസ് എന്ന് പറയുന്നത്. ഗ്ലോട്ടിസ് ഓപ്പൺ ആയിരിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് എയർ പോകുന്നു. അതേസമയം തന്നെ ഗ്ലോട്ടിസ് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫ്രിക്ഷനോട് കൂടിയിട്ടാണ് പോവുക. സോ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഇനി അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. Plosives are
അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു. ഈ പ്ലോസീവ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യുവാൻ സാധിക്കും. അതിൽ ആദ്യത്തേതാണ് ഇൻകംപ്ലീറ്റ് പ്ലോഷൻ. വെൻ എ പ്ലോസീവ് കൺസണൻറ്റ് ഈസ് ഫോളോഡ് ബൈ another plosive or affricate sound in the same word, the first plosive is not fully pronounced as k in act and picture. Such plosives are called incomplete plosives. So ഇവിടെ സംഭവിക്കുന്നത് ഒരു പ്ലോസീവിന് ശേഷം രണ്ടാമത് തുടർച്ചയായിട്ട് അതിൻ്റെ തൊട്ടടുത്തത് വീണ്ടും ഒരു പ്ലോസീവോ അല്ലെങ്കിൽ ഒരു അഫ്രിക്കേറ്റോ വരുമ്പോൾ, അഫ്രിക്കേറ്റ് നമ്മൾ പറയും എന്താണെന്ന് വരുന്നുണ്ട്. അപ്പോൾ അഫ്രിക്കേറ്റ് പറയാം. അഫ്രിക്കേറ്റും പ്ലോസീവും രണ്ടും തന്നെ രണ്ട് ആർട്ടിക്കുലേറ്റേഴ്സ് തമ്മിലൊരു ഫേം കോണ്ടാക്റ്റ് വരുമ്പോൾ ഒരു ബ്ലോക്ക് വന്നിട്ട് ചെയ്യുന്ന സൗണ്ടുകളാണ് രണ്ടും, പ്ലോസീവ്സും അഫ്രിക്കേറ്റും. അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അഫ്രിക്കേറ്റ് പറയുന്ന സമയത്ത് പറയാം ഞാൻ. സോ ഇവിടെ സംഭവിക്കുന്നത് രണ്ടും തുടർച്ചയായിട്ട് വരുമ്പോൾ സാധാ ഒരു പ്ലോസീവ്സ് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെയല്ല, അതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്ക് ഇൻ ആക്ട്, ആക്ട്. സോ അവിടെ ക്ക് എന്ന സൗണ്ട് വളരെ ഫുള്ളായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ പിക്ചർ, പിക്ചറിലും ക്ക് സൗണ്ട് ശരിക്ക് പ്രൊനൗൺസ് ചെയ്യുന്നില്ല കംപ്ലീറ്റ് ആയിട്ട്. സോ ഇങ്ങനെയുള്ള പ്ലോസീവ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ് എന്ന് വിളിക്കുന്നു. ഇനി പ്ലോസീവ്സിൻ്റെ രണ്ടാമത്തെ കാറ്റഗറിയാണ് nasal plosive. In sequence consisting of a plosive immediately followed by a nasal sound, the plosive is not pronounced in the normal way. The explosion produced while pronouncing such sequences is not formed by air escaping through the mouth but through the nose. This kind of plosion is called nasal plosion. So ഇവിടെ സംഭവിക്കുന്നത് നെയ്സൽ പ്ലോഷൻ. നമുക്ക് നെയ്സൽ സൗണ്ട് എന്താ അറിയാം? 3 നെയ്സൽ സൗണ്ടുകളാണ് ഇംഗ്ലീഷിലുള്ളത്, മ്, ന്, ങ്. സോ ഇവിടെ സോഫ്റ്റ് പാലറ്റ് കുറച്ച് ലോവേഡ് ആവുകയും നമ്മുടെ ഓറൽ പാസേജ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുകയും ചെയ്യും? അടയുകയും ചെയ്യും. സോ മൂക്കിലൂടെ എയർ പുറത്തേക്ക് പോവും. സോ ചെറിയൊരു പ്ലോഷൻ വെച്ചിട്ടാണ് ഇവിടെ നെയ്സൽ സൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ പ്ലോഷനിൽ വരുമ്പോൾ ഈ ഒരു ഏതെങ്കിലും പ്ലോസീവ് സൗണ്ടിൻ്റെ തൊട്ടപ്പുറത്ത് നെയ്സൽ സൗണ്ട് വരുമ്പോൾ സാധാ നമ്മൾ ഒരു പ്ലോസീവ് സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെയല്ല പ്രൊനൗൺസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ടോപ്പ് മോസ്റ്റ്, ടോപ്പ് മോസ്റ്റ്. സോ ഇവിടെ പ് പ്ലോസീവ് സൗണ്ടിന് ശേഷം മ് എന്ന നെയ്സൽ സൗണ്ടാണ് വരുന്നത്. സോ നിങ്ങളത് പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ. ഒരു ചെറിയൊരു ബ്ലോക്ക് വരുന്നുണ്ട്. ടോപ്പ് മോസ്റ്റ്. നിങ്ങൾക്ക് സ്മൂത്തായിട്ട് പറഞ്ഞു പോകാൻ കഴിയില്ലത്. ടോപ്പ് മോസ്റ്റ്. കുറച്ച് നേരത്തേക്ക് നമ്മുടെ പിന്നെ നെയ്സൽ ക്യാവിറ്റിയിൽ ബ്ലോക്ക് വരുന്നുണ്ട്. ടോപ്പ് മോസ്റ്റ് അവിടെ വരുന്നു. അതേപോലെ തന്നെ ഷാർപ്നെസ്, ഷാർപ്നെസ്. സോ ഈ രണ്ടിലും ഒരു പ്ലോസീവ്സിന് ശേഷം ഒരു നെയ്സൽ സൗണ്ട് വരുമ്പോൾ സാധാ പ്ലോസീവ്സ് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇത്ര മനസ്സിലാക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് ലാറ്ററൽ പ്ലോഷനാണ്. ലാറ്ററൽ പ്ലോഷൻ എന്ന് പറയുന്നത് ഹിയർ ദ ലാറ്ററൽ പ്ലോഷൻ ഒക്യൂർസ് വെൻ ട് ആൻഡ് ഡ് ആർ ഫോളോവ്ഡ് ബൈ ദി ലാറ്ററൽ സൗണ്ട് ല് ആസ് ഇൻ മിഡിൽ, ലിറ്റിൽ എക്സെട്ര. സോ ഈ രണ്ട് വേർഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. മിഡിൽ, ലിറ്റിൽ. സോ ഇൻ സച്ച് കേസസ് the plosion of t, d in lateral, the tip of the tongue raised towards the teeth ridge remaining and the air escaping through both sides of the tongue, that is lowered. In other words, the plosion of t and d is lateral when the tip of the tongue does not leave the teeth ridge at the center and the air escapes through the side of the tongue. വളരെ സിമ്പിളാണ്. നമ്മൾ മിഡിൽ അതേപോലെ തന്നെ ലിറ്റിൽ എന്ന് സൗണ്ടുകൾ എന്ന വേർഡൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ടിപ്പ് ഓഫ് ദി ടങ്, ലിറ്റിൽ, മിഡിൽ അതൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ടിപ്പ് ഓഫ് ദി ടങ് ടീത്ത് രിഡ്ജ് പോയിട്ട് ഒട്ടിപ്പിടിക്കും. കുറച്ച് നേരത്തേക്ക് അവിടെ സെൻട്രലിലൂടെയുള്ള നമ്മുടെ ഓറൽ ക്യാവിറ്റിയിലൂടെ മധ്യഭാഗത്ത് കൂടിയിട്ട് സെൻട്രലിലൂടെയുള്ള എയർ പാസേജ് സാധ്യമാവില്ല. സോ അവിടെ ഒരു ബ്ലോക്ക് വരുന്നു സെൻട്രൽ.
കാരണം നമ്മുടെ ടിപ്പ് ഓഫ് ദി ടങ് എന്ത് സംഭവിക്കുന്നു, ടീത്ത് റിഡ്ജ് പോയിട്ട് കുറച്ച് നേരം ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്, അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നേരം. സോ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് എയർ മധ്യഭാഗത്ത് കൂടെ പാസ് ചെയ്യാൻ സാധിക്കില്ല. സോ എന്ത് ചെയ്യും, രണ്ട് സൈഡിലൂടെയായിട്ട്, നാവിൻ്റെ രണ്ട് സൈഡിലൂടെയായിട്ട് എയർ വളരെ ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകും. അതാണ് ലാറ്ററൽ പ്ലോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്ലോട്ടൽ പ്ലോഷൻ അവസാനത്തെ ഒരു കാറ്റഗറിയാണ്. ദ ഗ്ലോട്ടൽ പ്ലോസീവ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇൻറ്ററപ്ഷൻ ഓഫ് ദി എയർ പാസേജ് ബൈ ക്ലോഷർ ഓഫ് ദി വോക്കൽ കോഡ്സ്. സോ ഇത് സംഭവിക്കുന്നത് വോക്കൽ കോഡ്സ് ക്ലോസ്ഡ് ആകുമ്പോഴാണ് ഈ ഒരു ഗ്ലോട്ടിസ് പ്ലോസീവ് സംഭവിക്കുന്നത്. സോ ദ എയർ pressure below is released by the sudden separation of the vocal cords. This is used as syllabic boundary marker by the native speakers of English, as in cooperates and react. So this occurs when the initial sound in second syllable is vowel. So രണ്ടാമത്തെ സൗണ്ട് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് സില്ലബിളിലെ സൗണ്ട്, ഇനീഷ്യൽ സൗണ്ട്, രണ്ടാമത്തെ സില്ലബിൾ വരുമ്പോൾ അതിലെ ഇനീഷ്യൽ സൗണ്ട് വവ്വലാവുമ്പോഴാണ് ഈ ഒരു ഗ്ലോട്ടൽ പ്ലോഷൻ സംഭവിക്കുന്നത്. അതായത് വോക്കൽ കോഡ്സിനകത്ത് കുറച്ച് നേരത്തേക്ക് എയർ ബ്ലോക്ക് ചെയ്യുകയും പിന്നീട് അത് സഡൻ സെപ്പറേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കേഴ്സ് കോഓപ്പറേറ്റ്സ്, റിയാക്ട് എന്നീ വേർഡുകളൊക്കെ പ്രൊനൗൺസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പ്രധാനമായിട്ടും അത് നേറ്റീവ് സ്പീക്കേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. എന്തായാലും ഈ വേർഡിലൊക്കെ രണ്ടാമത്തെ സില്ലബിള് എൻ്റെ ഇനീഷ്യൽ സൗണ്ട് വവ്വലായി വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. സോ കോഓപ്പറേറ്റ്സ്, കോ ആൻഡ് ഒ, ഓപ്പറേറ്റ്സിൻ്റെ ഒ വരുന്നവിടെ ആക്ട്, ആക്ടിൻ്റെ എയും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വവൽ സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സൗണ്ട്. സോ ദിസ് ഇസ് ഗ്ലോട്ടൽ പ്ലോഷൻ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ആദ്യത്തെ മൂന്നെണ്ണത്തിനെ സംബന്ധിച്ചിടത്തോളം, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. സോ ഇനി അടുത്ത ഒരു കാറ്റഗറിയിലായിട്ട് പോകാൻ പോവുകയാണ്. അതാണ് അഫ്രിക്കേറ്റ്സ്. സോ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അഫ്രിക്കേറ്റ്സ് ദർ ഈസ് എ കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് എയർ സ്ട്രീം, ബട്ട് ദ ഓറൽ ക്ലോഷർ ഈസ് വെരി സ്ലോ ആൻഡ് ദ റിലീസ് ഓഫ് ക്ലോഷർ ഈസ് ഓൾസോ സ്ലോ ആൻഡ് ഓഡിബിൾ ഫ്രിക്ഷൻ ഈസ് ഹേർഡ് ആസ് ch sound in chair and j sound in jam. So these are palato-alveolar fricatives. During the articulation of these sounds, the air passage in the mouth is completely closed by the tip and the blade of the tongue coming into contact with the tongue, with the alveolar ridge and rims of the tongue with the upper set of teeth. The front of the tongue is also raised towards the hard palate. The soft palate is raised to shut off the nasal cavity. When the tip and the blade of the tongue are released from the teeth ridge, the air escapes through the mouth slowly. So ch is voiceless and j is voiced. So ഈ രണ്ട് സൗണ്ടുകൾ ആണ് അഫ്രിക്കേറ്റ്സ് ആയിട്ട് പറയുന്നത്. അഫ്രിക്കേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലോസീവ്സിനോട് വളരെയധികം സാമ്യമുണ്ട്. അതായത് പ്ലോസീവ്സിൽ സംഭവിക്കുന്നതിൽ രണ്ട് ആർട്ടിക്കുലേറ്ററുകൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരികയും എന്നിട്ട് അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് എയറിൻ്റെ പാസേജ് തടഞ്ഞു നിർത്തുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുന്നു. അതേപോലെ തന്നെയാണ് അഫ്രിക്കേറ്റ്സിലും സംഭവിക്കുന്നത്. തടഞ്ഞു നിർത്തുന്നു, ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നു, എയറിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കുന്നു. പക്ഷേ റിലീസിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസം. പ്ലോസീവ്സിൻ്റെ കേസിൽ റിലീസ് വളരെ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു. അഫ്രിക്കേറ്റ്സ് പക്ഷേ വളരെ സ്ലോവിലാണ് റിലീസ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് വ്യത്യാസവും വരും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പൈപ്പ്, നല്ല പവറിൽ വെള്ളം വരുന്നൊരു പൈപ്പ് നിങ്ങൾ കൈകൊണ്ട് പൊത്തി പിടിച്ച് അടച്ചു പിടിച്ച് കുറച്ച് നേരം. സോ എന്നിട്ട് പെട്ടെന്ന് അത് വിട്ട് കഴിഞ്ഞാലും മെല്ലെ നിങ്ങളത് വിട്ട് കഴിഞ്ഞാലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് അഫ്രിക്കേറ്റ്സിൻ്റെ കേസിലും പ്ലോസീവ്സിൻ്റെ കേസിലും സംഭവിക്കുന്നത്. പ്ലോസീവ്സ് സഡൻ റിലീസാണ്, സോ ഒരു എക്സ്പ്ലോഷൻ സൗണ്ട് വരും. അഫ്രിക്കേറ്റ്സ് സ്ലോ റിലീസാണ്, സോ ഇവിടെ ഒരു ചെറിയൊരു ഫ്രിക്ഷനാണ് ഉണ്ടാവുന്നത്, ഒരു തരിപ്പാണ് ഉണ്ടാവുന്നത്. നിങ്ങളത് പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ. ച്, ചെയർ, ച്. അതേപോലെ തന്നെ ജി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വളരെയധികം അനുഭവപ്പെടുക തരിപ്പ്.
ജ് ജ് സൗണ്ട്. സോ അതാണ് അഫ്രിക്കേറ്റ്സ് ഈ ച് ജ് സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അത് നമ്മൾ പിന്നെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞതാണ്, ഓരോ സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞതാണ്. പക്ഷേ അഫ്രിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഇനി ഞാൻ അടുത്ത ക്ലാസ്സിലോട്ട് അടുത്ത ഒരു പാർട്ടിലോട്ട് പോവുകയാണ്. അടുത്ത ക്ലാസിഫിക്കേഷനാണ് വരുന്നത് ഫ്രിക്കേറ്റീവ്സ്. എന്താണ് ഫ്രിക്കേറ്റീവ്സ്? ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്രിക്കേറ്റീവ്സ് ദി ആർട്ടിക്കുലേറ്റേഴ്സ് ആർ ബ്രോഡ് so close together and the air escape through the narrow passage between them, producing an audible friction or hissing sound. സോ ഇവിടെ സംഭവിക്കുന്നത് ഫ്രിക്കേറ്റീവ്സിൻ്റെ കേസിൽ സംഭവിക്കുന്നത് രണ്ടും ഒട്ടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഫ്രിക്കേറ്റ്സിലും പ്ലോസീവ്സിലും രണ്ട് ആർട്ടിക്കുലേറ്റേഴ്സ് തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരുന്നു. അത് രണ്ടും കൂടിയിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, എയറിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു കംപ്ലീറ്റ് ക്ലോഷർ നടക്കുന്നില്ല. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു നാരോ പാസേജ് അവിടെ ഉണ്ടാവും. ഈ രണ്ട് ഓർഗൻസിൻ്റെയും ഇടയിൽ ഒരു നാരോ പാസേജ് ഉണ്ടാവും. സോ അതുകൊണ്ട് ചെറിയ ഒരു ഓഡിബിൾ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു ഹിസ്സിങ് സൗണ്ട്, ഒരു മൂളക്കം മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത് സൗണ്ടായിട്ട്. ഞാൻ എക്സാമ്പിൾസ് പറയാം. സ് സ് സൗണ്ട് നോക്കൂ. അതേപോലെ തന്നെ ത് ദ് ഫ് വ് ഹ് ഷ് ഴ് സൗണ്ടുകളൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട സൗണ്ടുകളായിട്ട് വരുന്നത്. സോ ഫ്രിക്കേറ്റീവ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫ്രിക്കേറ്റീവ് മേ ബി ക്ലാസിഫൈഡ് ആസ് ലേബിയോ ഡെൻറ്റൽ ഫ്രിക്കേറ്റീവ്സ്. ലേബിയോ ഡെൻറ്റൽ ഫ്രിക്കേറ്റീവ്സ് എന്ന് പറയുന്നത് ഫ് വ് സൗണ്ടുകളാണ്. ഡെൻറ്റൽ ഫ്രിക്കേറ്റീവ്സ് എന്ന് പറയുന്നത് ത് ദ് സൗണ്ടുകളാണ്. ആൽവിയോളാർ ഫ്രിക്കേറ്റീവ്സ് എന്ന് പറയുന്നത് സ് സ് സൗണ്ടുകളാണ്. പാലറ്റോ ആൽവിയോളാർ ഫ്രിക്കേറ്റീവ്സ് എന്ന് പറയുന്നത് ഷ് 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 സൗണ്ട് ഉണ്ട്, ഷ് സൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹ് സൗണ്ടിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഫ്രിക്കേറ്റീവ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനായിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് പറയാനുള്ളത് ട്രിൽ ഓർ റോൾ സൗണ്ടാണ്. ഡ്യൂറിങ് ദി പ്രൊഡക്ഷൻ ഓഫ് എ ട്രിൽ ഓർ റോൾ ദ ആർട്ടിക്കുലേറ്റേഴ്സ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ എ നമ്പർ ഓഫ് ടൈംസ്, പ്രൊഡ്യൂസിങ് എ സീരീസ് ഓഫ് ഇൻ്റർമിറ്റൻറ്റ് ടാപ്സ്. സോ ഇവിടെ സംഭവിക്കുന്നത് ഇതാ, നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കൂ. സോ അവിടെ ഒരു കുറേ സമയം, ഒന്നിലധികം സമയം എന്ത് ചെയ്യുന്നു, അത് തമ്മിൽ ഒരു ട്രിൽ ആൻഡ് റോൾ, ട്രിൽ അല്ലെങ്കിൽ ഒരു റോളിങ് അവിടെ നടക്കുന്നുണ്ട്. ആർട്ടിക്കുലേറ്റേഴ്സ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ വിത്ത് എ നമ്പർ ഓഫ് ടൈംസ്. ഒരുപാട് സമയം, ഒരുപാട് തവണ അവിടെ ഒരു കോണ്ടാക്റ്റ് വരുന്നു. നോക്കൂ. സോ അതാണ് ട്രിൽ ഓർ റോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആറിൻ്റെ ഈ ഒരു വകഭേദത്തെയാണ്, സൗണ്ടാണ്. സോ ഡ്യൂറിങ് ദി അട്ടറൻസ് ഓഫ് ആസ് ഇൻ റിങ് 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 എന്ന് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കൂ, ഒരു റോളിങ് കാണാം നിങ്ങൾക്ക്. റിങ് റിങ് റിങ്. സോ ദ ടിപ്പ് ഓഫ് ദ ടങ് ഈസ് ടാപ്പിംഗ് അഗെയിൻസ്റ്റ് ദി ടീത്ത് റിഡ്ജ്. നാവിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ടീത്ത് റിഡ്ജുമായിട്ടൊരു ടാപ്പിങ്ങിൽ വരുന്നു. സോ ദ സൗണ്ട് ദസ് പ്രൊഡ്യൂസ്ഡ് ഈസ് കാൾഡ് എ ത്രിൽ ഇൻസ്റ്റെഡ് ഓഫ് എ സീരീസ് ഓഫ് ടാപ്സ്. If a single tap is made by the articulators quickly coming into contact and getting separated instantly, we have tap or a flap. So ഇതാണ് സംഭവിക്കുന്നത്, ഒരു റോളിങ് സംഭവിക്കുന്നു. സൗണ്ട്. റിങ്, ത്രൈവ്, ത്രൈവ് എന്ന വാക്ക് പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ. ത്രൈവ്. സോറി, 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 സോർ റീ എന്നാണ് പറയുന്നത്. സോർ റീ. സോ അവിടെ ഒരു ടാപ്പിംഗ് നടക്കുന്നുണ്ട്. സോറി, ത്രൈവ്. സോ ഇതാണ് ട്രിൽ ഓർ റോൾ. ഇനി ലാറ്ററലോട്ട് പോവാം. അഞ്ചാമത്തെ കാറ്റഗറി. എ ലാറ്ററൽ കൺസണന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദി ഓറൽ പാസേജ് ബ്ലോക്ക്ഡ് അറ്റ് ദ സെൻറ്റർ ബട്ട് ഓപ്പൺ അറ്റ് ദ സൈഡ്സ്. ഇംഗ്ലീഷ് ഹാസ് വൺ ലാറ്ററൽ കൺസണന്റ്, ല്,
as in lake. For its protection, the tip of the tongue is raised to the alveolar ridge, blocking the oral passage at the center. The sides of the tongue are lowered, allowing the air to escape through the sides freely. So ഇംഗ്ലീഷിൽ ആകെയുള്ള ഒരു ലാറ്ററൽ സൗണ്ടാണ് ല് സൗണ്ട്. സോ ലീ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ടിപ്പ് ഓഫ് ദ ടങ് ആൽവിയോളാർ റിഡ്ജിലോട്ട് റൈസ് ആവുന്നു. ല് ല് എന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കൂ. നാവിൻ്റെ അറ്റം ആൽവിയോളാർ റിഡ്ജിലേക്ക് കണക്റ്റ് ആവുന്നു. അവിടെ വെച്ചിട്ട് ല് എന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഓറൽ പാസേജ് സെൻട്രൽ തന്നെ ബ്ലോക്ക് ആവുന്നു. സെൻട്രൽ നമ്മൾ ബ്ലോക്ക് കൊടുക്കുമ്പോൾ വായുടെ സെൻട്രൽ ഭാഗം ബ്ലോക്ക് ആവുന്നു. കാരണം നാവ് ആൽവിയോളാർ റിഡ്ജിലേക്ക് ചെന്ന് മുട്ടുന്നു, അവിടെ ഒട്ടിപ്പിടിക്കുന്നു. സോ അവിടെ ഓറൽ ക്യാവിറ്റിയുടെ സെൻറ്റർ ഭാഗത്ത് ഒരു ബ്ലോക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ നാവിൻ്റെ രണ്ട് സൈഡിലൂടെ എന്ത് ചെയ്യുന്നു? എയർ എസ്കേപ്പായി പോകുന്നു. സോ ഇവിടെ ഒരു ബ്ലോക്ക് നടക്കുന്നുണ്ട്. ആൽവിയോളാർ റിഡ്ജിൽ പോയിട്ട് ടങ് ബ്ലോക്ക് ചെയ്യുന്നു. അതേസമയം തന്നെ ഈ ബ്ലോക്ക് ആവുന്ന സമയത്ത് തന്നെ നാവിൻ്റെ രണ്ട് സൈഡും എന്ത് ചെയ്യുന്നുണ്ട്? താവുന്നുണ്ട്, കുറച്ച് താഴുന്നുണ്ട്, ലോവേഡ് ആകുന്നുണ്ട്. സോ അതിലൂടെ എയർ എന്ത് ചെയ്യുന്നു? ആ സൈഡിലൂടെ അങ്ങ് ഫ്രീ ആയിട്ട് എയർ എസ്കേപ്പ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് ല് സൗണ്ട് ഉണ്ടാക്കുന്നത്. സോ ഒരേ ഒരു ലാറ്ററൽ സൗണ്ട് മാത്രമേ ഇംഗ്ലീഷിൽ ഉള്ളൂ, അത് ല് സൗണ്ടാണ്. ഇനി അടുത്തത് നെയ്സൽ സൗണ്ടാണ്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മൂക്ക് നോസുമായി കണക്റ്റഡ് ആണ് ആ സൗണ്ട്. ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് നെയ്സൽ സൗണ്ട്സ് the soft palate is kept lowered so that the nasal passage of air is open while the oral passage is completely blocked at some point. The lung air escapes through the nose. The nasals are articulated with a complete oral closure. English has three nasal consonants, m, n and ng. ng സൗണ്ടുകളാണ് ഉള്ളത്. ന് സൗണ്ട് ഇവിടെ നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല, അത് മിസ്സായിട്ടുണ്ട്. ന് സൗണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ് സൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇവിടെ നെയ്സൽ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്സൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ സോഫ്റ്റ് പാലറ്റ് കുറച്ച് താഴോട്ട് വരുന്നു, ലോവേഡ് ആവുന്നു. സോ അങ്ങനെ ലോവേഡ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓറൽ പാസേജ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവുന്നു. അതേപോലെ തന്നെ നെയ്സൽ പാസേജ്, മൂക്കിലൂടെയുള്ള എയർ പാസേജ് വളരെയധികം ഓപ്പൺ ആവുന്നു, വായിലൂടെയുള്ളത് ക്ലോസ് ആവുന്നു. സോ നമ്മുടെ ലങ്സിൽ നിന്ന് വരുന്ന എയർ എന്ത് ചെയ്യുന്നു? വായിലൂടെ പുറത്തേക്ക് പോകുന്നതിന് പകരം മൂക്കിലൂടെ മാത്രമാണ് പുറത്തോട്ട് പോകുന്നത്. സോ ദ നെയ്സൽസ് ആർ ആർട്ടിക്കുലേറ്റഡ് വിത്ത് എ കംപ്ലീറ്റ് ഓറൽ ക്ലോഷർ. നമ്മുടെ ഓറൽ ക്ലോഷർ കംപ്ലീറ്റ് സാധ്യമാകുന്ന ഒരു മൊമെൻറ്റിലാണ് നമ്മുടെ വായയിലൂടെയുള്ള എയർ പാസേജ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ട്. ആ ഒരു മൊമെൻറ്റിലാണ് ഇവിടെ നെയ്സൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മ് 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 സൗണ്ടിൻ്റെ സൗണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ഓറൽ പാസേജ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. മ് ന് ങ് സൗണ്ടുകളാണ് ഇതിൽ വരുന്നത്. സോ ബൈലേബിയൽ നെയ്സലായിട്ട് മ് സൗണ്ടും ആൽവിയോളാർ നെയ്സലായിട്ട് ന് സൗണ്ടും വീലാർ നെയ്സലായിട്ട് ങ് സൗണ്ടുമാണ് നിങ്ങൾക്ക് കിട്ടുക. 3 തരം സൗണ്ടാണ് നെയ്സൽ സൗണ്ടിൽ വരുന്നത്. ബൈലേബിയൽ നെയ്സൽ, അതായത് മ് സൗണ്ട്, ആൽവിയോളാർ നെയ്സൽ ന് സൗണ്ട്, വീലാർ നെയ്സൽ ങ് സൗണ്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് frictionless continuance. During the articulation of consonant R, അതായത് റ് സൗണ്ട്, which can be prolonged for a long time without any audible friction, the soft palate is raised, closing the nasal passage, and the tip of the tongue is brought near rear part of the teeth ridge in such a way that there is sufficient gap between the two for the air escape freely without audible friction. സോ നമ്മൾ റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്
അവിടെ നമുക്ക് ഒരു ഓഡിബിൾ ഫ്രിക്ഷൻ അനുഭവിക്കാൻ പറ്റില്ല, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. സോ അവിടെ ഒരു പ്ലോസീവ് സൗണ്ടൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, വലിയൊരു ഫ്രിക്ഷനും കാണാൻ പറ്റില്ല. കാരണം ദ സോഫ്റ്റ് പാലറ്റ് ഈസ് റൈസ്ഡ് ക്ലോസിങ് ദി നേസൽ പാസേജ് ആൻഡ് ദ ടിപ്പ് ഓഫ് ദ ടങ്. നമ്മുടെ നാവിൻ്റെ അറ്റം എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ബ്രോട്ട് നിയർ ദ റയർ പാർട്ട് ഓഫ് ദി ടീത്ത് റിഡ്ജ്. സോ ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഇസ് എ സഫിഷ്യൻറ്റ് ഗ്യാപ്പ്. അവിടെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. സോ എയർ ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ നടക്കുന്നത് കൊണ്ട് എയർ ഈസി ആയിട്ട് പോകും. സോ എന്ത് സംഭവിക്കുന്നില്ല? അവിടെ ഒരു ഫ്രിക്ഷൻ വരുന്നില്ല. സോ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സൗണ്ട് ഇൻ റെഡ്, റൈറ്റ്, റെഡ്, റൈറ്റ്, റൈറ്റ്, റൈറ്റ് എന്ന് നോട്ടീസ് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഫ്രിക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? റൈറ്റ്, റൈറ്റ്, നോ ഫ്രിക്ഷൻ. സോ റൈറ്റ് is articulated as a frictionless continuant. സോ ഇതാണ് ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂവൻറ്റ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ 8ാമത്തെ കാറ്റഗറിയാണ് സെമി വവൽസ്. സെമി വവൽസ് ആർ ഗ്ലൈഡിംഗ് സൗണ്ട്സ് ഡ്യൂറിങ് ദി ആർട്ടിക്കുലേഷൻ ഓഫ് വിച്ച് ദ സ്പീച്ച് ഓർഗൻസ് ഗ്ലൈഡ് ഫ്രം വൺ വവൽ പൊസിഷൻ ടു അനദർ. സോ വ് as in west and ഇത് ജെ എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എന്ന സൗണ്ടാണ്. യു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ യാർഡാണ് ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത്. സോ എന്നീ സൗണ്ടുകളാണ് നമുക്ക് ഇവിടെ സെമി വവൽസ് ആയിട്ട് പറയുന്നത്. സോ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് the glide is from the tongue position of approximately sound, and for sound the glide is from the position of to some other position. സോ ഇത് വവൽസുമായി സാമ്യമുള്ള ഒരു സൗണ്ട്സ് ആണ്. നിങ്ങൾക്കറിയാം സൗണ്ടും സൗണ്ടും. സോ ഇത് വവൽസിന് ചെറിയൊരു വവൽസിൻ്റെ പൊസിഷനിൽ നിന്ന് ചെറിയ ഒരു ഗ്ലൈഡിങ് നടക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അത് എന്ന ഒരു വവലിൻ്റെ പൊസിഷനിൽ നിന്ന് ചെറിയൊരു ഗ്ലൈഡിങ് സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ എന്ന സൗണ്ട് എന്ന പൊസിഷനിൽ നിന്ന് ചെറിയൊരു ഗ്ലൈഡിങ് സംഭവിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ദേ ഫങ്ഷൻ ലൈക്ക് കൺസണൻസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് എ സിലബിൾ ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ വോക്കലിക് ക്വാളിറ്റി. So the frictionless continuants and semi-vowels together may be called approximants. ഇതിനെ രണ്ടിനെയും കൂട്ടിയിട്ട് ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂവൻസിനെയും സെമി വവൽസിനെയും രണ്ടിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് അപ്രോക്സിമൻസ്. Such sounds are articulated with a stricture of open approximation. So therefore the gap between them is wide enough for the air to escape without any friction. എന്തെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടോ? ഇല്ല. ഒരു ഫ്രിക്ഷനും ഇല്ലാതെ എന്ത് ചെയ്യുന്നു? ഈസി ആയിട്ട് എയർ എസ്കേപ്പ് ചെയ്ത് പോകുന്നു. ഇതാണ് കൺസണൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ. കൺസണൻസും അതിൻ്റെ ലിസ്റ്റും ഇംഗ്ലീഷ് RPയിൽ വരുന്ന കൺസണൻസിൻ്റെ ലിസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ, ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. Thank you.